ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരൻ്റെ ആണിപ്പാടുള്ള വലതുകരമുയർത്തി നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതങ്ങൾ 16:1 തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 16:1 ഇപ്രകാരമാണ് പറയുക: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഒരുപക്ഷെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ വിഫലമായി പോയി എന്ന് സങ്കടപ്പെടുന്ന അനേകം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നില്ല. അല്പം കടന്ന് ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതിനുള്ള അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ, നാം ചിന്തിക്കുന്ന വഴിയിലൂടെ, നാം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ, നാം പ്ലാൻ ഇടുന്ന വഴിയിലൂടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ കഴിവുകേടിൽ നിന്നോ അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലാത്തത് കൊണ്ടെന്നൊക്കെ ഇതിനെക്കുറിച്ച് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ തിരുവചനം ഇന്ന് നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ ആ പ്ലാനുകളെ, പദ്ധതികളെ അടിസ്ഥാനമാക്കിയായിരിക്കുകയും ചെയ്യും. അങ്ങനെ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ നമ്മെ സംബന്ധിക്കുന്ന ഒരു പദ്ധതി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ള, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണത്. നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയെന്ന് പ്രവാചക ഗ്രന്ഥത്തിൽ നാം വായിച്ച് കേൾക്കുന്നുണ്ട്. ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന പദ്ധതിയോട് ചേർന്ന് സഞ്ചരിക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത്. അപ്പൻ കൈപിടിച്ച് നടന്ന വഴിയിലൂടെ നടക്കുന്ന മക്കൾ. അപ്പനറിയാം മക്കളെ സുരക്ഷിതമായി എത്തേണ്ട തീരത്ത് എത്തിക്കുവാനായിട്ട്. ഈ ഒരു ആശ്രയബോധം ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ നിരാശകളിൽ നിന്ന്, ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുന്ന ചിന്തകളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാനായിട്ട് സാധിക്കും. ജീവിതത്തെ ശാന്തമായി ക്രമീകരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഒത്തിരിയേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ. ഇതിനെയൊക്കെ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച ചിന്ത വരണം. ആദ്യമേ തന്നെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. ദൈവം നടത്തുന്ന വഴികളിലൂടെ നടന്നു പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവഹിതമാണ് എന്ന്, അത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഒരു ഉറച്ച ബോധ്യം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ നിരാശകളും അപ്രത്യക്ഷമാകും. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മളെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞയാഴ്ച ഒരു കന്യാസ്ത്രീ അമ്മ ആത്മഹത്യ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഴക്കുളം പള്ളിയിൽ വികാരിയച്ഛൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുവാൻ തക്കവിധം ഒരു വൈദികനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്താണെന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായ ഒരു കാര്യവുമല്ല. കാരണം ഒരു വൈദികന് വ്യക്തമായിട്ടറിയാം ആത്മഹത്യയുടെ പരിണത ഫലം എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തു എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായൊരു തീരുമാനത്തിൻ്റെ ഫലമല്ല. ചില ആളുകളെല്ലാം എന്നോട് ചോദിച്ചു, ആത്മഹത്യ ചെയ്തുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകാതിരിക്കുമോ എന്ന് ചോദിച്ചു. കാരണം അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പോകത്തില്ല എന്ന്. പക്ഷേ അതിന് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഈ ആത്മഹത്യ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആ ഒരു തലത്തിൽ വരെ എത്തിയ കാര്യമെന്താണ്? അതൊരു മാനസിക രോഗം കൊണ്ടാണ് എങ്കിൽ, നമുക്കറിയാം ഡിപ്രഷൻ പോലുള്ള മാനസിക രോഗങ്ങൾ. ഈ മാനസിക രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ആ മനുഷ്യൻ ചെയ്തു പോയതാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ കരുണ അർഹിക്കുന്നുണ്ട്. അത് ഏത് വ്യക്തിയാകട്ടെ, കരുണ അർഹിക്കുന്നുണ്ട്. ഒട്ടുമുക്ക
ആത്മഹത്യകളും ഇപ്രകാരമുള്ളൊരു മാനസിക ബലമില്ലായ്മയുടെ മൂർധന്യാവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം i2i പോലെയുള്ള വളരെ വൃത്തികെട്ട ചില ചാനലുകൾ, ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ചാനലുകളൊക്കെ ഒത്തിരി വൃത്തികെട്ട രീതിയിൽ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പോലും അദ്ദേഹത്തിൻ്റെ അമ്മ, ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകരുത്, കാരണം അത്രയേറെ വൃത്തികേട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, ചില മാധ്യമങ്ങൾ ഈ സിസ്റ്ററിൻ്റെ ആത്മഹത്യയും വൈദികൻ്റെ ആത്മഹത്യയൊക്കെ ആഘോഷിക്കുകയുണ്ടായി. കാരണം ആഘോഷിക്കണമല്ലോ, അവർക്ക് ജീവിക്കണമെങ്കിൽ ആഘോഷിക്കണം. ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ജീവിക്കാൻ വേണ്ടി ആഘോഷിക്കുന്നവരാണത്. പക്ഷേ ഒന്ന് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ അവരുടെ ആത്മഹത്യകളെ ആഘോഷിക്കുന്ന നിങ്ങളോട് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു വൈദികനായി ഞാൻ ഹൃദ്രോഗിയാണ്, ഹാർട്ട് രോഗിയാണ്, പേസ് മേക്കർ വെച്ചിട്ടുണ്ട്, ഷുഗർ പേഷ്യൻ്റാണ്, ഒത്തിരിയേറെ രോഗാവസ്ഥകൾ എനിക്കുണ്ട്. കൊറോണ എനിക്ക് പിടിച്ചിരുന്നു, നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. ഒരു വൈദികനായി ഈ ലോകത്തിൽ സാധാരണ മനുഷ്യർക്ക് പിടിക്കാവുന്ന എല്ലാ ശാരീരിക രോഗങ്ങളും പിടിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ സാധാരണ മനുഷ്യർക്ക് പിടിക്കാൻ പറ്റുന്ന മാനസിക രോഗാവസ്ഥകളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനെ അതിജീവിച്ച് പോകുന്നത് അതിശക്തമായ ആത്മീയ പ്രേരണയാലാണ്. ഒത്തിരിയേറെ പേർക്ക്, ഒരുപക്ഷെ വൈദികർ, സന്യസ്തർ ഡിപ്രഷൻ എന്ന രോഗാവസ്ഥയിലേക്ക് ഒത്തിരിയേറെ പോകുവാനുള്ള സാധ്യത ഈ നാളുകളിൽ കൂടുതലാണ്. ഒന്ന്, ആരെയും കുറ്റപ്പെടുത്താതെ തന്നെ പറയട്ടെ, ആത്മീയ ജീവിതത്തിൻ്റെ കുറവുണ്ട്. ആത്മീയ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രോഗാവസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ശാരീരിക പീഡകൾ ഒരു വൈദികനും സന്യസ്തയ്ക്കും, ഒരു സാധാരണ മനുഷ്യനും ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു വൈദികനും ഒരു സന്യസ്തയ്ക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മാനസികമായ അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നെങ്കിലും സാമാന്യ മര്യാദ ബുദ്ധിയെ ചിന്തിച്ചു വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരമൊരു കാരുണ്യമെങ്കിലും ഞങ്ങളോടൊക്കെ കാണിക്കാനായിട്ട് ഈ ചാനലിൽ, മഞ്ഞപ്പത്രത്തിൻ്റെ ചാനലുകൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കൂടി അറിയുക. ഇപ്പോഴിങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കാനായിട്ട് സാധിക്കും, പിന്നീട് അത് ദൈവസന്നിധിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും ദൈവസന്നിധിയിൽ അത് നീതിക്കായി നിലവിളിക്കുകയും ചെയ്യുമെന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ ഒരുപക്ഷെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുമെന്ന്. മനസ്സിൻ്റെ നവീകരണം, മനസ്സാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സാണ്. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിലാണ് എല്ലാവിധ വികാര വിചാര ചിന്തകളും ഉത്ഭവിക്കുന്നത്. ഈ മനസ്സ് നമ്മളെ പല വിധത്തിൽ ചതിക്കും. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ മനസ്സ് തന്നെയാണ്. നമുക്ക് തെറ്റായൊരു ബോധ്യം നൽകുന്നത് അത് ശരിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതല്ലേ മനസ്സിൻ്റെ പണിയാണ്. മനസ്സിൻ്റെ കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും സാധിക്കുകയില്ല. ചില ആളുകൾ, എനിക്കറിയാം, ഡിപ്രഷൻ, ഞാൻ ഈ ധ്യാന ശുശ്രൂഷകളിലൊക്കെ കടന്നു പോകുന്ന ആളായതുകൊണ്ട് കുറേയധികം ആളുകളെ ഇങ്ങനെയുള്ള ഡിപ്രഷനിൽപ്പെട്ടവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായരുണ്ട്, സാധാരണ ആളുകളുണ്ട്. എനിക്ക് മനസ്സിലായി, ചില ആളുകളോടൊക്കെ അവർ പറയുന്നതാണ് ശരിയെന്ന് സമ്മതിച്ച് മാത്രമേ അവരോട് വ്യവഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന നിമിഷം അവരുമായിട്ടുള്ള ബന്ധമില്ലാണ്ടാവും. എനിക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതെ, താങ്കൾ പറയുന്നതാണ് ശരി, പക്ഷേ മറ്റൊരു ശരിൻ്റെ അപ്പുറം ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞ് ശരി. നിങ്ങൾ പറഞ്ഞ അത്രയും വലിയ ശരിയല്ല എങ്കിലും മറ്റൊരു ഭാഗം, ഇതിൻ്റെ ഒരു വശം ഉണ്ട് കേട്ടോ, അത് അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞ് മാത്രം ബോധ്യപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ് സമ്മതിക്കാതെ അദ്ദേഹവുമായിട്ട് മുന്നോട്ടുള്ളൊരു ഡയലോഗ് സാധ്യമാവില്ല. അപ്പം ഇങ്ങനെ മനസ്സ് ദുർബലപ്പെട്ടവരും മനസ്സ് കഠിനമാക്കപ്പെട്ടവരും ബലഹീനമാക്കപ്പെട്ടവരുമായ മനുഷ്യരുണ്ട്. അത് വൈദികരുടെ ഇടയിലുണ്ട്, സന്യസ്തരുടെ ഇടയിലുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. വേറെ യാതൊരു വഴിയുമില്ല. നമ്മെ തന്നെ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതൊരു ശാരീരിക പീഡകളാകട്ടെ, മാനസിക പീഡകളാകട്ടെ, അതിലേക്ക് അതിജീവിച്ച് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ലോകത്തിലെ ഏതൊരു പ്രശ്നവും എനിക്കൊന്നുമല്ല, അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് നമ്മോട് തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കണം.
ഈശോ അനുവദിക്കാത്ത യാതൊരു തകർച്ചയും യാതൊരു രോഗങ്ങളും യാതൊരു അസ്വസ്ഥതയും എനിക്കുണ്ടാവുകയില്ല, ഉണ്ടാകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഈശോ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതൊരു പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാവാം, എന്നാലും അത് ദൈവം അനുവദിച്ചതാണ്. അവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ആഘോഷിച്ചു. സെബദിപുത്രന്മാരായ യാക്കോബ്, യോഹന്നാനും ഇവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് വലിയൊരു റിക്വസ്റ്റുമായിട്ടാണ്. അമ്മയെ കൊണ്ടാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ യേശു ഒരു സാമുദായിക ഉദ്ധാരകനാണ് എന്നും ഒരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്നുവെന്നും അത് പക്ഷേ യുദ്ധം ചെയ്തൊരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്നുവെന്നും ആ രാജ്യത്തിൽ യേശു രാജാവായി കഴിയുമ്പോൾ യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരുന്ന്, അതായത് പ്രധാനമന്ത്രിമാരായിട്ടിരുന്ന് ഭരിക്കുവാനായിട്ട് സാധിക്കണമെന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. ഇങ്ങനെ ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു വലിയ ഒരാഗ്രഹവുമായിട്ട് ഒരു അപേക്ഷയുമായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. യേശു അവരോട് നിരുത്സാഹപ്പെടുത്താതെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ? ഇവരൊരു പക്ഷേ വിചാരിച്ചത് ഈ രാജ കൊട്ടാരങ്ങളിൽ പാനം ചെയ്യുന്ന പാനപാത്രത്തെക്കുറിച്ചാണ് ഈശോ ചോദിച്ചതെന്നായിരിക്കും അവർ വിചാരിച്ചത്. ഈശോ ചോദിച്ചത് മറ്റൊന്ന്, ഇവർക്ക് ഉത്തരം മറ്റൊന്ന്. ഇവർ പറയുകയാണ് ഞങ്ങൾക്ക് സാധിക്കും. ഒന്നും ചിന്തിക്കാതെ ഇവർ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈശോ ഇവരെക്കുറിച്ചൊരു പദ്ധതി ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ് ശരിയാണ്, ഞാൻ കുടിക്കുന്ന അതേ പാനപാത്രം കുടിക്കും. എന്നോർക്കുക, ഈശോയുടെ ശിഷ്യന്മാരിൽ ആദ്യം രക്തസാക്ഷിയായത് യാക്കോബ് സ്ലിഹായാണ്. ഒരുപക്ഷെ എന്തുദ്ദേശിച്ച് ഈശോയുടെ അടുത്തേക്ക് വന്നോ, എന്തു പ്രാർത്ഥന ഈശോയുടെ മുമ്പിൽ വെച്ചോ, അതിന് ഘടകവിരുദ്ധമായിട്ട് 3 വർഷക്കാലം ഈശോയുടെ കൂടെ സഞ്ചരിച്ചതിന് ശേഷം ജീവിതം മാറിമറിയുകയാണ്, മാറ്റിമറിക്കപ്പെടുകയാണ്, മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണ്. എന്നിട്ട് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവമാണ് തീരുമാനിക്കുക. മനുഷ്യൻ പദ്ധതികളിൽ ഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. കർത്താവിൽ ആശ്രയിക്കാൻ പറ്റണം, ശാന്തമായി കർത്താവിന് മുമ്പിൽ ഇരിക്കാൻ പറ്റണം. ആകുലതകളെ, ഉത്കണ്ഠകളെ, സ്വപ്നങ്ങൾ സാധിക്കാതെ വരുമ്പോഴുള്ള ഒരു വലിയ അസ്വസ്ഥതകളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഈശോ അനുഗ്രഹിക്കും. ഈ ദിവസം നമുക്ക് പരസ്പരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മാനസിക രോഗ അസ്വസ്ഥതകളായിരിക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുകയാണ്. ഡിപ്രഷൻ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെല്ലാം സമർപ്പിക്കുകയാണ്. കർത്താവ് വലിയ കരുണ അവരുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ മേൽ ആധിപത്യം ഏറ്റെടുക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും തിരുസഭയുടെ അധികാരത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപാവരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെയും വിശുദ്ധ പാതിരേപ്യയുടെ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും പ്രത്യേക മധ്യശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കുര്യൻ വലിയ കണ്ടത്തിൽ പിതാവിൻ്റെ ശ്ലൈഹിക ആശീർവാദത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്ന ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ, രോഗപീഠകൾ, അസ്വസ്ഥതകൾ, പാപശാപ പൈശാചിക ബന്ധനങ്ങൾ, കൂടോത്ര മന്ത്രവാദ ചിത്രപ്രയോഗങ്ങൾ ശാസിച്ച് ബന്ധിച്ച് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് എന്നേക്കുമായി ബഹിഷ്കരിക്കുന്നതിന് ഒരിക്കലും ഈ മക്കളെ യാതൊരു വിധത്തിൽ ശല്യം ചെയ്യരുത് എന്ന് യേശുക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമത്തിലും പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിലും തിരുവചനത്തിൻ്റെ ശക്തിയിലും കൽപ്പിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പരിശുദ്ധ അമ്മയുടെ നീല മേലകിക്കുള്ളിൽ മക്കളെ നിങ്ങളെ പൊതിയുന്നു. മാലാഖമാർ നിങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ. വിശുദ്ധരുടെ കൂട്ടായ്മയും അനുഗ്രഹത്തിൻ്റെ കരങ്ങളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും പൂർവികരുടെയും അനുഗ്രഹം നിങ്ങളെല്ലായ്പ്പോഴും, അവരുടെ പ്രാർത്ഥന നിങ്ങളെല്ലായ്പ്പോഴും കാത്തുപരിപാലിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയോടുകൂടെ, നിങ്ങളുടെ സ്ഥാപന സംഗമ വസ്തുക്കളോടുകൂടെ, ജോലി മേഖലയോടുകൂടെ, ശുശ്രൂഷ മേഖലയോടുകൂടെ, കുഞ്ഞുങ്ങളുടെ പഠന മേഖലയോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.